ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PS ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി നമുക്ക് നോക്കാനുള്ളത് 18ാമത് ലോക്സഭയിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളുമാണ്. PSC ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന മേഖലയാണിത്. കഴിഞ്ഞൊരു 2-3 എക്സാം നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും PSC എന്തുമാത്രം ഇമ്പോർട്ടൻസ് ലോക്സഭയിലെ മന്ത്രിമാർക്കും അവരുടെ വകുപ്പുകൾക്കും നൽകുന്നുള്ളത്. അതുകൊണ്ട് 18ാമത് ലോക്സഭയിലെ മന്ത്രിമാരും അതിന്റെ വകുപ്പുകളും നമുക്കങ്ങ് പഠിക്കാം. ഇപ്പൊ സുഹൃത്തുക്കൾക്ക് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, ഏകദേശം 10-26 വകുപ്പുകൾ ഉണ്ടല്ലേ, ഈ വകുപ്പും ഈ മന്ത്രിമാരെയൊക്കെ എങ്ങനെ നമ്മൾ പഠിച്ചു വെക്കുമെന്നൊരു സംശയം ഉണ്ടായിരിക്കും. ഒരു കൺഫ്യൂഷനും വേണ്ട സുഹൃത്തുക്കളെ, നമ്മളൊരു ഈസി കോഡിലൂടെ ഇവന്മാരെ മൊത്തം അങ്ങ് പഠിക്കാൻ പോവാണ് കേട്ടോ. ഇത്തവണ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ 18ാമത് ലോക്സഭയിലുള്ള മന്ത്രിമാരും അവിടെ വകുപ്പുകൾ മുഴുവൻ പച്ചവെള്ളം പോലെ നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് അങ്ങ് പഠിക്കാൻ പോവാണ്. എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. 18ാമത് മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം പ്രധാനമന്ത്രി ഉൾപ്പെടെ 72 പേര് ഇമ്പോർട്ടന്റ് ആണ്. 18ാമത് ലോക്സഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ചോദിച്ചാല് പ്രധാനമന്ത്രി ഉൾപ്പെടെ എത്രയാണ്? 72 പേര്. ഇതിൽ ക്യാബിനറ്റ് മന്ത്രിമാരുടെ എണ്ണം 30 ആണ്. ഇതിൽ ക്യാബിനറ്റ് മന്ത്രിമാരുടെ എണ്ണം ചോദിച്ചാൽ അത് 30 ആണ്. സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരുടെ എണ്ണം 5 ആണ്. സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 5 ആണ്. മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് 36 പേര്. മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന എത്ര പേരാണ്? 36 പേരാണ്. 18ാമത് ലോക്സഭയിലെ വനിതാ ക്യാബിനറ്റ് മന്ത്രിമാരുടെ എണ്ണം 2 ആണ്. കൺഫ്യൂഷൻ ഉണ്ടാവല്ലേ? 18ാമത് ലോക്സഭയിലെ വനിതാ ക്യാബിനറ്റ് മന്ത്രിമാരുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അത് 2 ആണ്. അതായത് മന്ത്രിമാരായിട്ട് നമ്മുടെ ലോക്സഭയിൽ എത്ര വനിതകളുണ്ട്? 2 വനിതകളുണ്ട്. അതിനോടൊപ്പം തന്നെ നരേന്ദ്രമോദി മന്ത്രിസഭയിലെ വനിതാ സാന്നിധ്യം ചോദിച്ചാൽ അത് 7 ആണ്. നരേന്ദ്രമോദി മന്ത്രിസഭയിലെ വനിതാ സാന്നിധ്യം ചോദിച്ചാൽ അത് 7 ആണ്. ഇവിടെ എല്ലാവർക്കും വരുന്ന ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, അതെന്താ അങ്ങനെയെന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ 18ാമത് ലോകസഭയില് വനിതാ ക്യാബിനറ്റ് മന്ത്രിമാരെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഒരു വകുപ്പ് അല്ലെങ്കിൽ ആ ഒരു വകുപ്പിന്റെ ചുമതല നൽകപ്പെടും ഒരു വനിതയ്ക്ക്. അപ്പോൾ ആ വനിതയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാബിനറ്റ് മന്ത്രി എന്ന്. ആ വനിതകൾ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. വേറെ ആരുമല്ല, ഒന്ന് അന്നപൂർണ ദേവിയും മറ്റൊന്നാരാണ്? നമ്മുടെ നിർമ്മല സീതാരാമനുമാണ്. അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിക്കുക, 18ാമത് ലോക്സഭയിലെ വനിതാ ക്യാബിനറ്റ് മന്ത്രിമാരുടെ എണ്ണം എത്രയാണ്? 2 ആണ്. അപ്പൊ 2 വ്യക്തിത്വങ്ങൾക്ക് അല്ലെങ്കിൽ 2 MP-മാർക്ക് എന്ത് ചെയ്തു? കൃത്യമായിട്ട് ഒരു വകുപ്പ് എടുത്ത് നൽകിയിട്ട് എന്ത് ചെയ്തു? പറഞ്ഞു, നിങ്ങൾ ക്യാബിനറ്റ് മന്ത്രിമാരായിരിക്കുന്നു എന്ന്. എന്നാൽ നരേന്ദ്രമോദി മന്ത്രിസഭയിലെ വനിതാ സാന്നിധ്യം ചോദിച്ചാൽ അത് 7 ആണ്. അപ്പൊ ഈ ബാക്കിയുള്ള വനിതകൾ എവിടെയാണ്? അവര് ഈ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 36 പേര് പറഞ്ഞില്ലേ, അതിനകത്താണ് വരുന്നത് കേട്ടോ. അപ്പൊ നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിലെ വനിതാ സാന്നിധ്യം ചോദിച്ചാൽ മൊത്തം എത്രയാണ്? 7 ആണ്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം നമ്മൾ ഓൾറെഡി 2 എന്നല്ലേ പറഞ്ഞത്, അവര് ക്യാബിനറ്റ് മന്ത്രിമാരാണ്. അതിനുശേഷം വരുന്ന 5 പേരെന്ന് പറയുന്നത് എങ്ങനെയാണ്? അവര് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നവരാണ്. പഠിക്കുക. ആദ്യത്തെ മന്ത്രിയും വകുപ്പും വെച്ച് നമുക്കങ്ങ് തുടങ്ങാം. ശ്രദ്ധിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ, ഈസി ആയിട്ട് പഠിക്കാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആൻസർ കിട്ടത്തക്ക രീതിയിൽ നമുക്ക് പഠിച്ചെടുക്കാം. ഇവിടെ പഠിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഉണ്ട്, അതുകൂടി നമ്മൾ പഠിച്ചു വേണം പോകാനായിട്ട്. അല്ലാതെ ഒരു വകുപ്പ് മാത്രം പഠിച്ചു പോവല്ലേ. 3 വകുപ്പ് വരെ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുണ്ട് ഇതിനകത്ത്. അത് കൃത്യമായിട്ട് ആ 3 വകുപ്പും ചോദിക്കുമെടുത്ത് നമുക്ക് കൺഫ്യൂഷനും ഉണ്ടാകും. കഴിഞ്ഞ തിരുവനന്തപുരം LDക്കും കൃത്യമായിട്ട് 3 വകുപ്പ് തന്നെ എടുത്ത് ചോദിച്ചിരുന്നു. അതുകൊണ്ട് നമുക്ക് വകുപ്പുകൾ കൃത്യമായിട്ട് പഠിക്കണം. എങ്ങനെ പഠിക്കാമെന്ന് നമുക്ക് നോക്കാം. സുഹൃത്തുക്കൾ ഒരിക്കലും അത് പഠിക്കാതെ പോകരുത്. എത്ര വകുപ്പുകളുണ്ട് ആ വകുപ്പുകൾ എല്ലാം പഠിച്ചിട്ട് മാത്രമേ എക്സാമിന് പോവാവൂ. നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രതിരോധം. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന വകുപ്പാണ് പ്രതിരോധം. പ്രതിരോധം ആരാ സുഹൃത്തുക്കളെ? രാജ്നാഥ് സിംഗ് ആണ്. ആരാണ്? രാജ്നാഥ് സിംഗ് ആണ്. നമുക്കെല്ലാം അറിയാം പ്രതിരോധം ആരാണ്? രാജ്നാഥ് സിംഗ് ആണ്. സുഹൃത്തുക്കളെ, ഇത് പഠിക്കാനായിട്ട് ഒരു ഈസി ടിപ്പ് പറഞ്ഞുതരാം. സംഗതി ഒന്നുമില്ല. നമ്മുടെ നാട്ടിന് പ്രതിരോധം, അതായത് പ്രതിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ്? നമ്മുടെ പ്രതിയോഗികളെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിന്റെ പ്രധാനപ്പെട്ട ശത്രു രാജ്യങ്ങൾക്ക് എന്താണ് എപ്പോഴും പ്രതിരോധം നൽകണമെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ നാഥനായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം നൽകേണ്ടത്, അല്ലേ? നമ്മുടെ രാജ്യത്തിന്റെ നാഥനായിട്ടുള്ള ഒരു വ്യക്തിക്കായിരിക്കണം നൽകേണ്ടത്. അപ്പോ പ്രതിരോധം ആർക്കാ നൽകിയത്? രാജ്യത്തിന്റെ നാഥനായിട്ടുള്ള രാജ്നാഥ് സിംഗിനാണ്. ഓക്കെ ആയേ? രാജ്നാഥ് സിംഗിനാണ് എന്ത് നൽകിയത്? പ്രതിരോധം നൽകിയത്. പഠിക്കുക. ഉപരിതല ഗതാഗതം നിതിൻ ഗഡ്കരി. ഉപരിതല ഗതാഗതം
നിതിൻ ഗഡ്കരി. സുഹൃത്തുക്കളെ, എല്ലാത്തിനും ഉപരിയല്ലേ നമുക്ക് നീതി എന്ന് പറയുന്നത്? നമ്മൾ നീതിപീഠം എന്ന് പറയത്തില്ല. അപ്പൊ നീതിപീഠം എന്താണ്? എല്ലാത്തിനും ഉപരിയാണ് അല്ലെ? അപ്പോൾ എല്ലാത്തിനും ഉപരിയായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വേണം ഉപരിതല ഗതാഗതം നൽകാൻ. അപ്പോൾ ഉപരിതല ഗതാഗതം ആരാണ്? നിതിൻ ഗഡ്കരിയാണ്. കോഡ് എന്താ സുഹൃത്തുക്കളെ? എല്ലാത്തിനും ഉപരിയായിട്ട് നിൽക്കുന്നതാണ് നീതി എന്നങ്ങ് പഠിക്കുക. എല്ലാത്തിനും ഉപരി നിൽക്കുന്നതാണ് നീതി എന്ന് പഠിക്കുക. അപ്പോൾ ഉപരിതല ഗതാഗതം ആരാണ്? നിതിൻ ഗഡ്കരിയാണ്. ആരാണ്? നിതിൻ ഗഡ്കരിയാണ്. വിദേശകാര്യം എസ് ജയശങ്കർ. വിദേശകാര്യം എസ് ജയശങ്കർ എങ്ങനെ നമുക്ക് പഠിക്കാം? സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് വിദേശത്ത് പോകുന്ന ഏതൊരു വ്യക്തിക്കും ശങ്കയുണ്ടായിരിക്കും എന്നങ്ങ് പഠിക്കുക. വിദേശകാര്യം എന്ന് പറയുന്നത് എസ് ജയശങ്കർ ആണ്. ഇതെങ്ങനെ പഠിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആദ്യമായി വിദേശത്ത് പോകുന്ന ഏതൊരു വ്യക്തിക്കും ശങ്കയുണ്ടായിരിക്കും എന്നങ്ങ് പഠിക്കുക. നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോ കൃത്യമായിട്ട് അതിനകത്ത് നമുക്ക് ആൻസർ കിട്ടും. അപ്പോ വിദേശകാര്യം എന്ന് പറയുന്നത് ആരാണ്? എസ് ജയശങ്കർ ആണ്. വിദേശത്ത് പോകുന്ന ആർക്കും ആദ്യമായിട്ട് പോകുമ്പോൾ എന്തുണ്ടാകും? ശങ്കയുണ്ടാകും എന്നങ്ങ് പഠിക്കുക. വിദ്യാഭ്യാസം ധർമ്മേന്ദ്ര പ്രധാൻ. വിദ്യാഭ്യാസം ധർമ്മേന്ദ്ര പ്രധാനാണ്. ഒന്നുമില്ല, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ധർമ്മം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ധർമ്മം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കുക. അപ്പോ വിദ്യാഭ്യാസത്തിന്റെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആരാണ്? ധർമ്മേന്ദ്ര പ്രധാനാണ്. പഠിച്ചോളനെ. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളേ. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആരാണ്? ധർമ്മേന്ദ്ര പ്രധാനാണ്. അപ്പോ എന്താ നമ്മുടെ കോഡ് എന്ന് പറയുന്നത്? വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ധർമ്മം പ്രധാനമാക്കിക്കൊണ്ടുള്ളതായിരിക്കണം എന്നങ്ങ് ഓർത്തു വെച്ചിരിക്കുക. ധർമ്മേന്ദ്ര പ്രധാൻ. എന്താ വ്യോമയാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വിമാനം അല്ലേ? വിമാനയാത്രേനല്ലേ സുഹൃത്തുക്കളെ നമ്മൾ വ്യോമയാനം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്ന? സിമ്പിൾ ആയിട്ട്. അപ്പോ വിമാനത്തിൽ കയറാൻ നമുക്ക് എല്ലാവർക്കും മോഹം ഉണ്ടായിരിക്കും എന്നങ്ങ് പഠിക്കണം കേട്ടോ. അപ്പോ വ്യോമയാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റാം മോഹൻ നായിഡു ആണ്. അപ്പോ വിമാനത്തിൽ കയറാൻ നമുക്ക് എല്ലാവർക്കും മോഹം ഉണ്ടായിരിക്കും എന്നങ്ങ് പഠിക്കുക. അപ്പോ വിമാനം എന്ന് പറഞ്ഞാല് വ്യോമയാനത്തിനെയാണ് നമ്മൾ വിമാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ വിമാനത്തിൽ കയറാനായിട്ട് നമുക്ക് എല്ലാവർക്കും മോഹമുണ്ടെന്നങ്ങ് പഠിക്കുക. വ്യോമയാനത്തിന്റെ മന്ത്രി ആരാണ്? റാം മോഹൻ നായിഡുവാണ്. പഠിക്കുക. അടുത്തതാണ് ഗോത്രകാര്യം. ആരാണ്? ഗോത്രകാര്യം. ഗോത്രകാര്യത്തിന്റെ മന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജുവൽ ഒറമാണ്. ആരാണ്? ജുവൽ ഒറമാണ്. ഈ ഒറം എന്നുള്ള വാക്കുണ്ടല്ലോ സുഹൃത്തുക്കളെ, അത് പഠിക്കാനായിട്ട് ഞാൻ മൊറം എന്നങ്ങ് മാറ്റുവാണ് കേട്ടോ. ആരാണ് മൊറം? അറിയാലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും. അപ്പോ മൊറം എന്ന് ഞാൻ അങ്ങ് മാറ്റുവാൻ പോവാണ്. അപ്പോൾ ആദ്യമായി മുറം ഉണ്ടാക്കിയതാരെന്ന് ചോദിച്ചാൽ അത് ഗോത്രക്കാരാണ്. നിങ്ങൾ പഠിക്കുക. ആദ്യമായിട്ട് മുറം ഉണ്ടാക്കിയതാരെന്ന് ചോദിച്ചാൽ അത് ഗോത്രക്കാരാണ്. മുറം അറിയാലോ സുഹൃത്തുക്കളെ, നമ്മൾ പാറ്റാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ മുറം ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ആരാണ്? ഗോത്രക്കാരാണ്. അപ്പോ ഗോത്രകാര്യം കൈകാര്യം ചെയ്യുന്നത് ഇനി ആരാണ്? ജുവൽ ഒറമായിരിക്കും. കാരണം എന്താണ്? മുറം ആദ്യമായി കണ്ടുപിടിച്ചത് ആരാണ്? ഗോത്രക്കാരാണ്. പഠിക്കുക. ടെക്സ്റ്റൈൽസ് ഗിരിരാജ് സിംഗ്. ടെക്സ്റ്റൈൽസ് ആരാണ്? ഗിരിരാജ് സിംഗ് ആണ്. ഇവിടെ പഠിക്കാനുള്ള ഐഡിയ പറഞ്ഞു തരാം. ഗിരിക്ക് ഭയങ്കര സ്റ്റൈലാണ് എന്നങ്ങ് പഠിച്ചു വെക്കണം കേട്ടോ. ഗിരിക്ക് ഭയങ്കര സ്റ്റൈലാണ് എന്നങ്ങ് പഠിച്ചു വെക്കുക. അപ്പോ ടെക്സ്റ്റൈൽസ് ആരാണ്? ഗിരിരാജ് സിംഗ് ആണ്. പഠിക്കാനുള്ള ക്ലൂ എന്താ സുഹൃത്തുക്കളെ? ഗിരിക്ക് ഭയങ്കര സ്റ്റൈലാണ് എന്നങ്ങ് പഠിച്ചു വെക്കുക. അപ്പോൾ ടെക്സ്റ്റൈൽസ് ആരാണ്? ഗിരിരാജ് സിംഗ് ആണ്. ജലശക്തി CR പാട്ടീലാണ്. ജലശക്തി ആരാണ്? CR പാട്ടീലാണ്. ഒന്നുമില്ല സുഹൃത്തുക്കളെ പഠിക്കാൻ. ജലം ഏറ്റവും ശക്തിയായിട്ട് ഒഴുകുന്നത് പാടത്തിലൂടെയാണെന്നങ്ങ് പഠിക്കുക. ജലം ഏറ്റവും ശക്തിയായിട്ട് ഒഴുകുന്നത് പാടത്തിലൂടെയാണ് എന്നങ്ങ് പഠിക്കുക. ഏതിലൂടെയാണ്? പാടത്തിലൂടെയാണ് എന്നങ്ങ് പഠിക്കുക. അപ്പോൾ ജലശക്തി എന്ന് പറയുന്നത് ആരാണ്? CR പാട്ടീലാണ്. ജലശക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നമ്മുടെ മന്ത്രി ആരാണ്? CR പാട്ടീലാണ്. അപ്പോ ജലം ശക്തിയായിട്ട് ഒഴുകുന്ന ഏത് വഴിയാണ്? പാടത്തിലൂടെയാണ്. ഏതാണ്? പാടത്തിലൂടെയാണ്. പഠിക്കുക. അടുത്തതാണ് ഭക്ഷ്യ സംസ്കരണ വ്യവസായം. ഭക്ഷ്യ സംസ്കരണ വ്യവസായ വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് ചിരാഗ് പാസ്വാൻ ആണ്. പേര് കേട്ട് പേടിക്കണ്ട, ഈസി ആയിട്ട് പഠിക്കാം. ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രി ആരാണ്? ചിരാഗ് പാസ്വാൻ ആണ്. എങ്ങനെ പഠിച്ചു വെക്കാന്ന് ചോദിച്ചാല് സുഹൃത്തുക്കളെ, നമ്മുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു ഭക്ഷ്യവസ്തുവിനെ എടുക്കുന്നു, അതിനെ സംസ്കരിച്ച് വേറെന്തെങ്കിലും ആക്കിയിട്ട് നമ്മൾ വിൽക്കുമല്ലേ, അതിനെയാണ് ഭക്ഷ്യ സംസ്കരണ വ്യവസായം എന്ന് പറയുന്നത്. ഇതിന്റെ മന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിരാഗ് പാസ്വാൻ ആണ്. ഇത് എങ്ങനെ പഠിക്കാന്ന് ചോദിച്ചാല് നമ്മൾ സംസ്കരണം ചെയ്യാൻ പോകുന്ന ഭക്ഷ്യവസ്തു എന്തെന്ന് ചോദിച്ചാൽ അത് ചീരയാണ് എന്നങ്ങ് പഠിക്കുക. എന്താണ്? ചീരയാണ് എന്നങ്ങ് പഠിക്കുക.
ചീര വെറുതെ അല്ല നമ്മൾ കൊടുക്കുന്നത്, ചീര നമ്മൾ പാഴ്സലാക്കിയാണ് കൊടുക്കുന്നതെന്ന് പഠിക്കുക. അപ്പോ ഭക്ഷ്യ സംസ്കരണ വ്യവസായം ചോദിച്ചാൽ അപ്പോ തലയിൽ എത്തിക്കൊള്ളണം, എന്താണ് നമ്മൾ സംസ്കരിക്കാൻ പോകുന്ന ഭക്ഷ്യവസ്തു എന്താണ്? ചീരയാണ്. വെറുതെ ചീര അങ്ങ് സംസ്കരിച്ച് കൊടുക്കുകയല്ല, ചീരനെ നമ്മൾ പാഴ്സലാക്കിയാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഭക്ഷ്യ സംസ്കരണ വ്യവസായം എന്ന് പറയുന്നത് ആരാണ്? ചീര എന്ന് പറഞ്ഞാൽ ചിരാഗ്, പാഴ്സലാക്കിയാണെന്ന് വെച്ചാൽ പാസ്വാൻ. അവിടെ കിട്ടിയേ. അപ്പോ ഭക്ഷ്യ സംസ്കരണ വ്യവസായം ആരാണ്? ചിരാഗ് പാസ്വാൻ ആണ്. ഭക്ഷ്യ സംസ്കരണ വ്യവസായം ചിരാഗ് പാസ്വാൻ ആണ്. പഠിക്കുക. അടുത്തതാണ് ആഭ്യന്തര സഹകരണം. എന്താണ് ആഭ്യന്തര സഹകരണം? ആരാണ്? അമിത് ഷായാണ്. ആഭ്യന്തര സഹകരണം ആരാണ്? അമിത് ഷായാണ്. ആഭ്യന്തര കാര്യങ്ങള് കൈകടത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല അമിതമായിട്ടുള്ള ക്ഷമ വേണമെന്നങ്ങ് പഠിക്കുക. അപ്പോ കൂട്ടത്തില് നല്ല ക്ഷമയുള്ള ആർക്ക് എന്ത് ചെയ്തു? നമ്മുടെ ആഭ്യന്തര സഹകരണം അങ്ങ് കൊടുത്തു. അപ്പോ ആഭ്യന്തര സഹകരണം ആരാണ്? അമിത് ഷായാണ്. പഠിക്കുക. അപ്പോ ആഭ്യന്തരം സഹകരണം എന്നിവ ഏതാണ്? അമിത് ഷായാണ്. ആഭ്യന്തര സഹകരണം ആരാണ്? അമിത് ഷായാണ്. പഠിക്കുക. കൃഷി ഗ്രാമവികസനം ശിവരാജ് സിംഗ് ചൗഹാൻ. കൃഷി ഗ്രാമവികസനം ശിവരാജ് സിംഗ് ചൗഹാൻ ആണ്. കൃഷിയും ഗ്രാമവും സംരക്ഷിക്കുന്നത് ആരാണ്? ശിവനാണ് എന്നങ്ങ് പഠിക്കുക. കൃഷിയും ഗ്രാമവും സംരക്ഷിക്കുന്നത് ആരാണ്? ശിവനാണ് എന്നങ്ങ് പഠിക്കുക. അപ്പോ കൃഷി ഗ്രാമവികസനം ശിവരാജ് സിംഗ് ചൗഹാൻ ആണ്. പഠിക്കേണ്ട കോഡ് എന്താണ്? കൃഷിയും ഗ്രാമവും നമ്മൾ സംരക്ഷിക്കുന്നത് ആരാണ്? ശിവനാണ്. കൃഷിയും ഗ്രാമവും സംരക്ഷിക്കുന്നത് ശിവനാണ്. പഠിക്കുക. ധനം, കമ്പനി കാര്യം എന്നിവ നിർമ്മല സീതാരാമൻ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ധനം, കമ്പനി കാര്യം എന്നിവയുടെ മന്ത്രിയാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിർമ്മല സീതാരാമനാണ്. ഇത് എങ്ങനെ പഠിക്കാന്ന് ചോദിച്ചാല്, സുഹൃത്തുക്കളെ, നമുക്ക് ഒരുപാട് ധനം ലഭിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? കമ്പനി ഉണ്ടാക്കും അല്ലെ? നമ്മള് കമ്പനി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെയും നമ്മുടെ ധനം എന്ത് ചെയ്യും? കൂടും. അങ്ങനെ ധനം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇഷ്ടം പോലെ മാല വാങ്ങിക്കാം എന്നങ്ങ് പഠിക്കുക. അപ്പോ ധനകാര്യം അതുപോലെ കമ്പനി കാര്യം എന്നിവയൊക്കെ ആരാണ്? നിർമ്മല സീതാരാമനാണ്. അപ്പോ മാല മനസ്സിലായല്ലോ? നിർമ്മലയിലെ മാലയാണ് ഞാൻ ഇനി എടുത്തത് കേട്ടോ. അപ്പോ ധനം, കമ്പനി കാര്യം എന്നിവയൊക്കെ ആരാണ്? നിർമ്മല സീതാരാമനാണ്. അപ്പോ ഇത് പഠിച്ചു വെക്കുക. നമ്മുടെ കയ്യിൽ ധനം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പനി തുടങ്ങാൻ പറ്റും. കമ്പനി തുടങ്ങിയാൽ നമുക്ക് ഒരുപാട് ധനം ലഭിക്കും. അതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ മാല വാങ്ങിക്കാം എന്നങ്ങ് പഠിക്കുക. അപ്പോ ധനകാര്യം അതുപോലെ കമ്പനി കാര്യം എന്നിവ ആരാണ്? നിർമ്മല സീതാരാമനാണ്. ആ മാലയാണ് ഇങ്ങെടുത്തത്. ഓർക്കുക, നിർമ്മല സീതാരാമൻ. ഖന വ്യവസായം ഉരുക്ക് HD കുമാരസ്വാമി. കുമാരന്റെ അടിയിലങ്ങ് അണ്ടർലൈൻ ചെയ്തേക്കാണേ, ശ്രദ്ധിച്ചോളണേ. ഖന വ്യവസായം ഉരുക്ക് എന്നിവയാരാണ്? HD കുമാരസ്വാമിയാണ്. സുഹൃത്തുക്കളെ, ഖനമായിട്ട് നല്ല ഉരുക്ക് പോലെ ഇരിക്കുന്നത് എപ്പോഴും ആരായിരിക്കും? കുമാരന്മാരായിരിക്കും അല്ലെ? അല്ല വയസ്സായിരിക്കുന്നവർക്ക് നല്ല ഉരുക്ക് ബോഡി കാണോ? ഇല്ല. അപ്പോ ഖനമായിട്ടുള്ള നല്ല ഉരുക്ക് ശരീരമുള്ളവർ എപ്പോഴും എങ്ങനെയായിരിക്കും? കുമാരന്മാരായിരിക്കും. വെറുതെ ഒന്ന് കോഡിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഖനമുള്ള ഉരുക്ക് ശരീരമുള്ളത് എപ്പോഴും ആർക്കായിരിക്കും? കുമാരന്മാർക്കായിരിക്കും എന്നങ്ങ് പഠിക്കുക. അപ്പോ ഖന വ്യവസായം ഉരുക്ക് എന്നിവ ആരാണ്? HD കുമാരസ്വാമിയാണ്. അവിടെ നിന്നാണ് നമ്മള് കുമാരനെ എടുത്തത്. ഖന വ്യവസായം ഉരുക്ക് എന്നിവ HD കുമാരസ്വാമിയാണ്. അപ്പോ നല്ല കനമുള്ള ഉരുക്കുള്ള ശരീരം ആർക്കായിരിക്കും? കുമാരന്മാർക്കായിരിക്കും എന്നങ്ങ് പഠിക്കുക. ഖന വ്യവസായം ഉരുക്ക് എന്നിവ HD കുമാരസ്വാമിയാണ്. വാണിജ്യം വ്യവസായം എന്നിവ പീയൂഷ് ഗോയലാണ്. വാണിജ്യം വ്യവസായം എന്നിവ പീയൂഷ് ഗോയലാണ്. ഇത് പഠിക്കുവാനുള്ള ഒരു സിമ്പിൾ ടിപ്പ് പറഞ്ഞുതരാം. ഒന്നുമില്ല സുഹൃത്തുക്കളെ, നമുക്കൊരു വാണിജ്യവും ഒരു വ്യവസായവും ഉണ്ടെന്ന് കരുതുക. ഈ വാണിജ്യത്തിൽ നിന്നും വ്യവസായത്തിൽ നിന്നും കിട്ടുന്ന പണം ആരെങ്കിലും പിഴിഞ്ഞുകൊണ്ട് പോയാൽ പിന്നെ അവനോട് നമ്മൾ എന്തെന്ന് പറയും? ഗോ എന്ന് പറയും അല്ലെ? പൊക്കോളാൻ പറയും അല്ലെ? അപ്പോ നമ്മുടെ വാണിജ്യത്തിൽ നിന്നും നമ്മുടെ വ്യവസായത്തിൽ നിന്നും കിട്ടുന്ന പൈസ ആരെങ്കിലും പിഴിഞ്ഞെടുക്കാൻ ശ്രമിച്ചാൽ നമ്മൾ എന്തെന്ന് പറയും? ഗോ എന്ന് പറയണം. അപ്പോ വാണിജ്യം വ്യവസായം എന്നിവ ആരാണ്? പീയൂഷ് ഗോയലാണ്. വാണിജ്യം വ്യവസായം എന്നിവ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? പീയൂഷ് ഗോയലാണ്. അപ്പോ നമ്മുടെ വാണിജ്യത്തിൽ നിന്നും നമ്മുടെ വ്യവസായത്തിൽ നിന്നും ലഭിക്കുന്ന പണം ആരെങ്കിലും പിഴിഞ്ഞോണ്ട് പോവാൻ ശ്രമിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഗോ എന്ന് പറയണം. അപ്പോൾ വാണിജ്യം വ്യവസായം എന്നിവ പീയൂഷ് ഗോയലാണ്. പഠിക്കുക. ചെറുകിട വ്യവസായം ഇടത്തര വ്യവസായം എന്നിവ ജിതിൻ റാം മാഞ്ചിയാണ്. ഇത് പഠിക്കാൻ ഒരു പാടുമില്ല. ഏത് രാത്രി സുഹൃത്തുക്കളത്തെ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾ പറയും. അങ്ങനെയുള്ളൊരു സൂപ്പർ കോഡാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക.
സുഹൃത്തുക്കളെ, ഈ ചെറുകിട വ്യവസായവും ഇടത്തരം വ്യവസായവും ഒക്കെ നടത്തുന്നത് ആരായിരിക്കും? നമ്മളെ കണക്ക് സാധാരണക്കാരായിരിക്കും അല്ലെ? അങ്ങനെയുള്ള വ്യക്തികളുടെ വ്യവസായം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? മാഞ്ചി എന്നുള്ള അവസ്ഥയായിരിക്കും. അതിനുള്ള കൃത്യമായ വാക്ക് നിങ്ങളുടെ മനസ്സിൽ ഇട്ടുകൊള്ളുക. അത് തന്നെയാണ് പറയാൻ വന്ന വാക്ക്. അപ്പോൾ ചെറുകിട വ്യവസായം അല്ലെങ്കിൽ ഇടത്തര വ്യവസായം എന്നിവ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മളെ കണക്ക് സാധാരണക്കാരാണ് ഇതൊക്കെ തുടങ്ങുന്നത്. അപ്പോ അവരുടെ അവസ്ഥ എന്തായിരിക്കും? മാഞ്ചി ആയിരിക്കും എന്നങ്ങ് ഓർത്തു വെച്ചിരിക്കുക. അപ്പോ ജിതിൻ റാം മാഞ്ചിയാണ് ചെറുകിട വ്യവസായം അല്ലെങ്കിൽ ഇടത്തര വ്യവസായം എന്നിവയ്ക്ക്. അപ്പോ ജിതിൻ റാം മാഞ്ചിയാണ് ചെറുകിട വ്യവസായം അല്ലെങ്കിൽ ഇടത്തര വ്യവസായത്തിന്റെ മന്ത്രി. ഈ പോയിന്റ് നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. ചെറുകിട വ്യവസായം, ഇടത്തര വ്യവസായം എന്നിവയ്ക്ക് ആരാണ്? ജിതിൻ റാം മാഞ്ചിയാണ്. പഠിക്കുക. തുറമുഖം, ജലഗതാഗതം, സർബാനന്ദ സോണോവാൾ. പഠിച്ചോളനെ, വലിയൊരു പേരാണ്. തുറമുഖം, ജലഗതാഗതം എന്നിവ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ മന്ത്രി ആരെന്ന് ചോദിച്ചാല് സർബാനന്ദ സോണോവാൾ ആണ്. ആരാണ്? സർബാനന്ദ സോണോവാൾ ആണ്. ഇതെങ്ങനെ പഠിക്കാന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കളെ ഒന്നുമില്ല, സിമ്പിൾ ആണ്. തുറമുഖത്തുള്ള ജലം കൊണ്ടുള്ള സർബത്ത് കുടിച്ചു കഴിഞ്ഞാൽ വാള് വെക്കുമെന്നങ്ങ് പഠിച്ചാൽ മതി കേട്ടോ. തുറമുഖത്തുള്ള ജലം കൊണ്ടുള്ള സർബത്ത് കുടിച്ചു കഴിഞ്ഞാൽ വാള് വെക്കുമെന്നങ്ങ് പഠിക്കുക. അപ്പോ തുറമുഖം, ജലഗതാഗതം എന്നിവയെ നിയന്ത്രിക്കുന്ന മന്ത്രി ആരാണ്? സർബാനന്ദ സോണോവാൾ ആണ്. ആരാണ്? സർബാനന്ദ് സോണോവാൾ ആണ്. അപ്പൊ സർബത്ത് എവിടെ നിന്ന് വന്നെന്ന് മനസ്സിലായല്ലോ, വാൾ എവിടെ നിന്ന് മനസ്സിലായല്ലോ. അപ്പൊ തുറമുഖ, ജലഗതാഗതം എന്നിവയെ നിയന്ത്രിക്കുന്ന മന്ത്രി ആരാണ്? സർബാനന്ദ സോണോവാൾ ആണ്. അപ്പോ തുറമുഖത്തെ ജലം കൊണ്ടുള്ള സർബത്ത് കുടിച്ചു കഴിഞ്ഞാല് വാള് വെക്കുമെന്നങ്ങ് പഠിക്കുക. പരിസ്ഥിതി വനസംരക്ഷണം ഭൂപേന്ദ്ര യാദവ് ആണ്. പരിസ്ഥിതി വനസംരക്ഷണം എന്ന ആരെയാണ്? ഭൂപേന്ദ്ര യാദവ് ആണ്. ഇതെങ്ങനെ പഠിക്കാന്ന് ചോദിച്ചാല് പരിസ്ഥിതിയും വനസംരക്ഷണവും, അതായത് പരിസ്ഥിതിയും വനത്തിനെയും നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞാല് ഭൂമിയോട് നമ്മൾ എന്ത് ചെയ്യണം? യാചിക്കേണ്ടി വരുമെന്നങ്ങ് പഠിക്കുക. പരിസ്ഥിതിയോടും വനത്തിനോടും നമ്മൾ തെറ്റു ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഭൂമിയോട് യാചിക്കേണ്ടി വരുമെന്നങ്ങ് പഠിക്കുക. അപ്പോ പരിസ്ഥിതി വനസംരക്ഷണം ഭൂപേന്ദ്ര യാദവ്. ഓക്കെയാണ്. പരിസ്ഥിതി എന്ന് വെച്ചാൽ ഭൂമിയെ പറ്റി ബന്ധപ്പെട്ടത്. അപ്പോ ഭൂമിയുടെ പേര് ഭൂ എന്നുള്ള പേരിൽ ആരംഭിക്കുന്ന ആരെങ്കിലും ആയിരിക്കും എന്ത് ചെയ്യുന്നത്? മന്ത്രിയായിട്ട് സെലക്ട് ചെയ്യാനുള്ളത്. അതുകൊണ്ട് ആർക്കാർക്ക് വീണോ? ഭൂപേന്ദർ യാദവിന് വീണോ. സാംസ്കാരികം, ടൂറിസം ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. സാംസ്കാരികം, ടൂറിസം എന്നിവ ആരാണ്? ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ആണ്. ഇവിടെ കോഡ് പറയുന്നതിന് മുമ്പ് സുഹൃത്തുക്കളെ ഒരു പോയിന്റ് പറഞ്ഞോട്ടെ. ഗജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? ആനയാണല്ലേ. ഗജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആനയാണല്ലേ. ആനയുടെ പര്യായ പദമാണെന്ന് പറയുന്നത് ഗജം എന്ന് പറയുന്നത് അല്ലെ. അപ്പോ സാംസ്കാരികം, ടൂറിസം എന്നിവ ആരാണ്? ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ആണ്. സുഹൃത്തുക്കളെ, നമ്മുടെ സംസ്കാരം കാണിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? എല്ലാ കാര്യത്തിലും നമ്മൾ ആനയെ ഉപയോഗിക്കും അല്ലെ. അതായത് നമ്മളെ എല്ലാ പ്രധാനപ്പെട്ട അമ്പലത്തിലെ ആവട്ടെ, എന്ത് ഫംഗ്ഷൻ ആവട്ടെ, എല്ലാത്തിലും ഇപ്പം ആന എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് അല്ലെ. അതുപോലെ തന്നെ ഈ ടൂറിസം മേഖലയിൽ നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? ആനയെ ഉപയോഗിക്കാറുണ്ട്. അപ്പോ സാംസ്കാരിക മേഖലയിൽ നമ്മൾ ആനയെ ഉപയോഗിക്കാറുണ്ട്, ടൂറിസം മേഖലയിൽ നമ്മൾ ആനയെ ഉപയോഗിക്കാറുണ്ട്. അപ്പോ തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ ആനയുടെ അർത്ഥം വരുന്ന ഒരു വ്യക്തിയെ തന്നെ എന്താക്കണം? നമ്മുടെ സാംസ്കാരികവും അതുപോലെ തന്നെ ടൂറിസത്തിന്റെയും മിനിസ്റ്റർ ആക്കണമെന്ന്. അങ്ങനെ നമ്മുടെ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിനെ എന്താക്കി? സാംസ്കാരികം, ടൂറിസം എന്നീ വകുപ്പുകളുടെ മന്ത്രിയാക്കുകയും ചെയ്തു. ഒന്നുകൂടി പറഞ്ഞുതരാം. ഒന്നുമില്ല, സാംസ്കാരിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആനയെ ഉപയോഗിക്കാറുണ്ട്, ടൂറിസം മേഖലയിൽ നമ്മൾ ആനയെ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ആനയുടെ പര്യായ പദമായിട്ടുള്ള ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിനെ എന്തേൽപ്പിച്ചു? നമ്മുടെ സാംസ്കാരികം, ടൂറിസം വകുപ്പ് മന്ത്രിയായിട്ട് മാറ്റി. അപ്പോ ഗജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയാണ്, മറക്കരുത്. വനിത ശിശുക്ഷേമം അന്നപൂർണാദേവി. വനിത ശിശുക്ഷേമം ഏതാണ്? അന്നപൂർണാദേവി. വനിതാ ശിശുക്ഷേമം അന്നപൂർണാദേവിയാണ്. വേറെ ഒന്നുമില്ല സുഹൃത്തുക്കളെ പഠിക്കാനായിട്ട്. വനിതകൾക്കും ശിശുക്കൾക്കും പൂർണ്ണമായിട്ടും അന്നം നൽകുന്ന ഒരു വ്യക്തി വേണം എന്താവാനായിട്ട്? വനിത അതുപോലെ തന്നെ ശിശുക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള മന്ത്രിയാവാൻ വേണ്ടിയിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്തു? കൂട്ടത്തിലുള്ള അന്നം പൂർണ്ണമായിട്ടും നൽകുന്ന അന്നപൂർണാദേവി എന്ത് ചെയ്തു? വനിതാ ശിശുക്ഷേമം എന്ത് ചെയ്തു? അങ്ങ് ഏൽപ്പിച്ചു കേട്ടോ. അപ്പോ വനിത ശിശുക്ഷേമം എന്നിവയുടെ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ അന്നപൂർണാദേവിയാണ്. നമ്മുടെ കോഡ് എന്താണ്? വനിതകൾക്കും ശിശുക്കൾക്കും പൂർണ്ണമായും അന്നം ലഭിക്കണം. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം ആരേ ഉള്ളൂ? അന്നപൂർണാദേവി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അന്നപൂർണാദേവിനെ ആരാക്കിയത്? വനിതയുടെയും അതുപോലെ തന്നെ ശിശുക്ഷേമത്തിന്റെയും മന്ത്രിയാക്കി മാറ്റിയത്. പഠിക്കുക. അടുത്തതാണ് പാർലമെന്ററി കാര്യം, ന്യൂനപക്ഷ കാര്യം, കിരൺ റിജിജു. പഠിച്ചോളനെ. പാർലമെന്ററി കാര്യം, ന്യൂനപക്ഷ കാര്യം എന്നിവയുടെ മന്ത്രി ആരെന്ന് ചോദിച്ചാല് കിരൺ റിജിജു ആണ്. ആരാണ്? കിരൺ റിജിജു ആണ്. ഇത് പഠിക്കാനായിട്ട് ഒരു സിമ്പിൾ കോഡ് പറഞ്ഞാൽ ഒന്നുമില്ല,
ന്യൂനമായി പാന്റ് ഒന്ന് കീറി എന്നങ്ങ് പഠിക്കുക. ന്യൂനമായി പാന്റ് ഒന്ന് കീറി എന്നങ്ങ് പഠിക്കുക. ന്യൂനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂനപക്ഷം, പാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റ് ആണെന്ന് ഓർക്കുക. കീറിയിലെ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിരണ്, റീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? റിജുവാണ്. പാർലമെന്ററി കാര്യം, ന്യൂനപക്ഷം എന്നിവ കൊണ്ടുവന്നത് അല്ലെങ്കിൽ അതിന്റെ മന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കിരൺ റിജിജുവാണ്. പെട്രോളിയം, പ്രകൃതിവാതകം, ഹർദീപ് സിംഗ് പുരി. പഠിച്ചോളനെ, ഇനി വരാൻ പോകുന്ന എക്സാമിന് ഇതായിരിക്കും ചോദ്യം. പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവ ആരാണ്? ഹർദീപ് സിംഗ് പുരിയാണ്. അപ്പോ പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവ ആരാണ്? ഹർദീപ് സിംഗ് പുരിയാണ്. ഇത് പഠിക്കുന്നതിന് മുമ്പ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു പോയിന്റ് ഇവിടെ പഠിക്കാനുണ്ട്. നമുക്കത് എന്താണെന്ന് നോക്കാം. ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഹിന്ദിയിൽ ഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടാണ് അല്ലെ സുഹൃത്തുക്കളെ? ഹിന്ദിയില് ഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടാണ്. ഇനിയാണ് നമ്മുടെ കോഡ് വർക്ക് ചെയ്യാൻ പോകുന്നത്, ശ്രദ്ധിച്ചോളുക സുഹൃത്തുക്കളെ. പെട്രോൾ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? പ്രകൃതിയിൽ നിന്നാണ് അല്ലെ? അപ്പോ പ്രകൃതിയിൽ നിന്നുള്ള പെട്രോൾ ഉപയോഗിച്ച് വീടിൽ ദീപം കത്തിച്ചു എന്നങ്ങ് പഠിക്കുക. പ്രകൃതിയിൽ നിന്നുള്ള പെട്രോൾ ഉപയോഗിച്ച് വീടിൽ ദീപം കത്തിച്ചു എന്നങ്ങ് പഠിക്കുക. ഇതിൽ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിരിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് എന്താക്കണം? ഹർ ആക്കണം എന്ന് മാത്രം ഓർത്താൽ മതി. അപ്പോ ഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടാണ്. അപ്പോൾ പ്രകൃതിവാതകം, പെട്രോളിയം എന്നിവ ആരാണ്? ഹർദീപ് സിംഗ് പുരിയാണ്. പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവ ആരാണ്? ഹർദീപ് സിംഗ് പുരിയാണ്. പഠിക്കാനുള്ള കോഡ് ഒന്നുകൂടി പറയാൻ ശ്രദ്ധിച്ചോളണേ. പ്രകൃതിയിൽ നിന്നാണ് നമുക്ക് പെട്രോൾ ലഭിക്കുന്നത്. ആ പെട്രോൾ ഉപയോഗിച്ച് എന്ത് ചെയ്തു? നമ്മുടെ വീട്ടില് ദീപം കത്തിച്ചു എന്നങ്ങ് പഠിക്കുക. അപ്പോൾ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിൽ ഖറാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നു പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവയുടെ മന്ത്രി ആരാണ്? ഹർദീപ് സിംഗ് പുരിയാണ്. ഹർദീപ് സിംഗ് പുരിയാണ്. പഠിക്കുക. കൽക്കരി ഖനി ആരാണ്? ജി കിഷൻ റെഡ്ഡിയാണ്. പഠിക്കുക. കൽക്കരി ഖനി എന്നിവ ആരാണ്? ജി കിഷൻ റെഡ്ഡിയാണ്. ഇത് എങ്ങനെ പഠിക്കാന്ന് ചോദിച്ചാല്, ഈ കൽക്കരി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സാധനമാണ് അല്ലെ? കാരണം നമ്മുടെ താപവൈദ്യുത നിലയങ്ങൾ മിക്കുള്ളതും പ്രവർത്തിക്കുന്നത് ഈ കൽക്കരി ഉപയോഗിച്ചാണ്. അപ്പോ കൽക്കരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ റെഡി എന്ന് പറഞ്ഞോളണം, വേറെ സംസാരമൊന്നുമില്ല. കൽക്കരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ കൽക്കരി റെഡി ആയിട്ടിരിക്കണം. അങ്ങനെ ഒരാളെ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കൽക്കരി ഖനി ആരുടെ ഏൽപ്പിച്ചു? ജി കിഷൻ റെഡ്ഡിയെ ഏൽപ്പിച്ചു. ആരെയാണ്? ജി കിഷൻ റെഡ്ഡിയെ ഏൽപ്പിച്ചു. ഈ റെഡ്ഡി എന്ന് പറയുന്നത് ആരാണ്? റെഡിയാണ് എന്നങ്ങ് പഠിച്ചോളുക. അപ്പോ കൽക്കരി ഖനി ആരാണ്? ജി കിഷൻ റെഡ്ഡിയാണ്. അപ്പോ എന്താ നമ്മുടെ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കൽക്കരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ റെഡി എന്നങ്ങ് പറയണം. അങ്ങനെയുള്ള ഒരു മന്ത്രിനെ വേണം കൽക്കരി ഖനിയുടെ മന്ത്രിയാക്കാനുള്ളത്. അപ്പോൾ ആരാണത്? ജി കിഷൻ റെഡ്ഡിയാണ്. പഠിക്കുക. ആരാണ്? ജി കിഷൻ റെഡ്ഡിയാണ്. പഠിക്കുക. 23 ടെലികോം വടക്ക് കിഴക്കൻ മേഖല വികസനം, ജ്യോതിരാദിത്യ സിന്ധ്യയാണ്. ടെലികോം വടക്കു കിഴക്കൻ വികസനം എന്ന് പറയുന്നത് ജ്യോതിരാദിത്യ സിന്ധ്യയാണ്. പേര് കേട്ട് സ്ത്രീ എന്നൊന്നും വിചാരിക്കല്ലേ, 2 സ്ത്രീകളുള്ളായിരുന്നു. അവർ 2 പേരുടെ പേര് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും സ്ത്രീജനങ്ങളാണെന്ന് തോന്നുന്ന പേരുകൾ വരും. ഇനി അങ്ങോട്ട് എല്ലാം പുരുഷന്മാരാണ് കേട്ടോ. അപ്പോൾ ടെലികോം വടക്ക് കിഴക്കൻ മേഖലയുടെ വികസനം ആരാണ്? ജ്യോതിരാദിത്യ സിന്ധ്യയാണ്. ജ്യോതിരാദിത്യ സിന്ധ്യയാണ്. ഇത് എങ്ങനെ പഠിക്കാന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. കിഴക്കൻ മലയിൽ നിന്നും എലി ജ്യോതിയെ സന്ധ്യയ്ക്ക് വിളിച്ചു എന്നങ്ങ് പഠിക്കുക. കിഴക്കൻ മലയിൽ നിന്നും എലി എന്ത് ചെയ്തു? ജ്യോതിയെ സന്ധ്യയ്ക്ക് വിളിച്ചു എന്നങ്ങ് പഠിക്കുക. ഇതിൽ കിഴക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്കൻ മേഖലയാണ്. എലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലികോം ആണെന്ന് മാത്രം പഠിക്കണം. എലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലികോം ആണെന്ന് മാത്രം പഠിക്കണം. അതിനോടൊപ്പം തന്നെ ജ്യോതി എന്ന് പറഞ്ഞാൽ ജ്യോതി തന്നെയാണ്. ഇനി സന്ധ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്ധ്യ എന്ന് മാറ്റി പഠിക്കണം. സന്ധ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്ധ്യ എന്ന് മാറ്റി പഠിക്കണം. അപ്പോൾ ഈ കോഡ് പഠിക്കാനായിട്ട് പ്രധാനപ്പെട്ട 3 പോയിന്റ് നമ്മളിവിടെ പറഞ്ഞു. ഒന്നെന്താ പറഞ്ഞത്? കിഴക്കൻ മേഖലയിലെ എലി എന്ത് ചെയ്തു? ജ്യോതിയെ സന്ധ്യയ്ക്ക് വിളിച്ചു എന്നാണ് നമ്മുടെ കോഡ് എന്ന് പറഞ്ഞത്. ഇത് കിഴക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വടക്ക് കിഴക്കൻ മേഖലയുടെ വികസനം എന്ന് ഓർക്കുക. എലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലികോം എന്ന് ഓർക്കുക. എലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലിയാണെന്ന് ഓർക്കുക. എലി എന്ന് പറഞ്ഞാൽ ടെലി എന്ന് ഓർക്കുക. അതുപോലെ ജ്യോതി ജ്യോതി തന്നെയാണ്. പിന്നെന്താണ്? ഈ സന്ധ്യയ്ക്ക് വിളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്ധ്യയാണ് എന്നങ്ങ് ഓർക്കുക. ഇതങ്ങ് പഠിച്ചു വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ബൈ ചാൻസ് എക്സാം നല്ല ടഫ് ആകുമ്പോഴത്തേക്കും PSC ഇതും ചോദിക്കാം. അതുകൊണ്ട് പഠിച്ചു വെക്കുക. 24 ആരോഗ്യം, കുടുംബക്ഷേമം, വളം, രാസവസ്തുക്കൾ ആരാണ്? JP നഡ്ഡയാണ്. ഇപ്പോൾ അങ്ങോട്ട് ചോദിച്ചേ. ആരോഗ്യം, കുടുംബക്ഷേമം, വളം, രാസവസ്തുക്കൾ എന്നിവ ആരാണ്? JP നഡ്ഡയാണ്. ആരാണ്? JP നഡ്ഡയാണ്. അപ്പൊ എന്താ ഇത് പഠിക്കാനുള്ള കോഡെന്ന് നോക്കാം സുഹൃത്തുക്കളെ. ഒന്നുമില്ല, നമുക്ക് നല്ല ആരോഗ്യമുള്ളപ്പോൾ നമ്മുടെ കുടുംബം എങ്ങനെയായിരിക്കും? നല്ല ക്ഷേമത്തിലായിരിക്കും പോകുന്നത് അല്ലെ? നമുക്ക് നല്ല ആരോഗ്യമുള്ളപ്പോൾ നമ്മുടെ കുടുംബം നല്ല ക്ഷേമത്തിനായിരിക്കും പോകുന്നത്. ഇങ്ങനെ നല്ല ആരോഗ്യം ലഭിക്കണമെങ്കിൽ നമ്മൾ എന്നും നട്ട്സ് തിന്നണം എന്നങ്ങ് പഠിക്കണം കേട്ടോ. അപ്പൊ നല്ല ആരോഗ്യം ലഭിക്കണമെങ്കിൽ നമ്മൾ എന്നും എന്ത് തിന്നണം? നട്ട്സ് കഴിക്കണം എന്നങ്ങ് ആലോചിക്കുക. ഇങ്ങനെ നല്ല നട്ട്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ആ നട്ട്സ് ചുമ്മാ വളരുമോ? ഇല്ല,
ആ നട്ട്സിന് നല്ല വളവും രാസവസ്തുക്കളെല്ലാം നൽകിയാൽ മാത്രമേ നല്ല നട്ട്സ് നമുക്ക് ലഭിക്കുള്ളൂ. ആ നല്ല നട്ട്സ് കഴിച്ചാൽ മാത്രമേ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുള്ളൂ. എന്നാൽ മാത്രമേ നമ്മുടെ കുടുംബം നല്ല ക്ഷേമത്തോടു കൂടി മുന്നോട്ട് പോകുള്ളൂ എന്നങ്ങ് പഠിക്കുക. അപ്പൊ ആരോഗ്യം, കുടുംബക്ഷേമം, വളം, രാസവസ്തുക്കൾ എന്നിവ ആരെന്ന് ചോദിച്ചാല് JP നഡ്ഡയാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന 4 പ്രധാനപ്പെട്ട പോയിന്റും എടുത്തു പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സുഹൃത്തുക്കളെ, ഇപ്പോഴത്തെ PSCയുടെ ട്രെൻഡിങ് അനുസരിച്ച് നമ്മൾ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ, നമ്മൾ ഇന്ന് പഠിച്ചു പോകുന്ന എന്താ, ആരോഗ്യം JP നഡ്ഡ എന്ന് പഠിക്കും. ചില സുഹൃത്തുക്കൾ എന്ത് ചെയ്യും, കുടുംബക്ഷേമം JP നഡ്ഡ എന്ന് പഠിച്ചുകൊണ്ട് പോകും. ചിലരെന്ത് ചെയ്യും, വളമോ രാസവസ്തുക്കളോ JP നഡ്ഡ എന്ന് പഠിച്ചുകൊണ്ട് പോകും. നമ്മൾ അവിടെ ചെന്നിരിക്കുമ്പോൾ PSCയുടെ ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും: താഴെ പറയുന്നതിൽ ക്യാബിനറ്റ് മിനിസ്റ്ററായ JP നഡ്ഡയുടെ വകുപ്പുകൾ ഏതെല്ലാം എന്ന് ചോദിക്കും. 1 ആരോഗ്യം, 2 കുടുംബക്ഷേമം, 3 വളം, 4 രാസവസ്തുക്കൾ എന്ന് തന്നിരിക്കും. എന്നിട്ട് പറയും 1ഉം 2ഉം ശരി, 2ഉം 3ഉം ശരി, 1ഉം 2ഉം 3ഉം ശരി, 1ഉം 2ഉം 3ഉം 4ഉം ശരി എന്നൊക്കെ കൊടുത്തിരിക്കും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചോണ്ട് പോയാൽ നമ്മൾ പെടും. കൺഫേം ആണേ, പെടുമേ. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, വ്യക്തമായിട്ട് ഓരോ മന്ത്രിമാരും അവർക്ക് 3 വകുപ്പുണ്ടെങ്കിൽ 3 വകുപ്പ് പഠിക്കുക, 4 വകുപ്പുണ്ടെങ്കിൽ 4 വകുപ്പ് പഠിക്കുക. അതാണ് നമ്മുടെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട, നമ്മുടെ കയ്യിൽ ഈസി കോഡ് ഉണ്ട്. കോഡ് ഒന്നുകൂടി പറയാം. നമുക്ക് നല്ല ആരോഗ്യമുള്ളപ്പോൾ നമ്മുടെ കുടുംബം നല്ല ക്ഷേമത്തിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നല്ല ആരോഗ്യം ലഭിക്കണമെങ്കിൽ നമ്മൾ എന്നും എന്ത് ചെയ്യണം, നട്ട്സ് കഴിക്കണം. അപ്പോൾ ഈ നട്ട്സ് എന്ന് പറയുന്നത് ചുമ്മാ ഉണ്ടാകൂല. ഈ നട്ട്സ്, നല്ല നട്ട്സ് ലഭിക്കണമെങ്കിൽ നല്ല രീതിക്ക് വളവും രാസവസ്തുക്കളും നൽകണം. അപ്പോൾ ആരോഗ്യം, കുടുംബക്ഷേമം, വളം, രാസവസ്തുക്കള് JP നഡ്ഡയാണ് പഠിക്കുക. 25 ഭവനം, നഗരകാര്യം, ഊർജം എന്നിവയുടെ മന്ത്രി മനോഹർ ലാൽ ഖട്ടറാണ്. ഭവനം, നഗരകാര്യം, ഊർജം എന്നിവ ആരാണ്? മനോഹർ ലാൽ ഖട്ടറാണ് പഠിക്കുക. ഇത് പഠിക്കാനായിട്ട് ഒരു ഈസി ഐഡിയ പറഞ്ഞു കേട്ടാ സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചോളണേ. നമ്മുടെ നഗരങ്ങളിലുള്ള ഭവനമൊക്കെ ഊർജം കൂടുതലുള്ളതുകൊണ്ട് മനോഹരമായിരിക്കും അല്ലെ. നമ്മുടെ നഗരങ്ങളിലെ ഭവനമെല്ലാം അവർ കൂടുതൽ ഊർജ്ജം ഉപയോഗിക്കുന്നതുകൊണ്ട് അവർ ആ ഊർജ്ജത്തിന്റെ ഒരുപാട് LED ലൈറ്റ് ഒക്കെ ഇട്ടേ ഭയങ്കര മനോഹരമായിട്ടായിരിക്കും ഒരുക്കി വെക്കുന്നത്. പക്ഷെ ഒരു കുഴപ്പമുള്ള, അവിടുത്തെ റോഡുകൾ മൊത്തം എങ്ങനെയായിരിക്കും, കട്ടറുള്ളതായിരിക്കും. പഠിച്ചു വെച്ചോളണേ. അപ്പോ ഭവനം, നഗരകാര്യം, ഊർജം എന്നിവ ആരെന്ന് ചോദിച്ചാല് മനോഹർ ലാൽ ഖട്ടറാണ്. മറന്നുപോവല്ലേ, പേരെന്നൂടെ പറയുന്നു, മനോഹർ ലാൽ ഖട്ടറാണ്. ഇത് പഠിക്കാനുള്ള കോഡ് എന്താ സുഹൃത്തുക്കളെ? നമ്മുടെ നഗരത്തിലുള്ള ഭവനങ്ങൾ കൂടുതൽ ഊർജം ഉപയോഗിച്ചുകൊണ്ട് അവർ എന്ത് ചെയ്യും, നല്ല മനോഹരമായിട്ട് എന്ത് ചെയ്തിരിക്കും, ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കും. പക്ഷെ അവിടുത്തെ റോഡുകളുടെ അവസ്ഥ എന്തായിരിക്കും, കട്ടറായിരിക്കും. അപ്പോ ഭവനം, നഗരകാര്യം, ഊർജം എന്നിവ എന്താണ്? മനോഹർ ലാൽ ഖട്ടറാണ് പഠിക്കുക. 26ാമത്തത് പഞ്ചായത്ത് രാജ്, ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസനം ലല്ലൻ സിംഗ് ആണ്. പഞ്ചായത്ത് രാജ്, ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസനം ഒക്കെ ആരാണ്? ലല്ലൻ സിംഗ് ആണ്. ആരാണ്? ലല്ലൻ സിംഗ് ആണ്. ഇത് പഠിക്കാൻ ഒരു ഈസി കോഡ് പറഞ്ഞു തരട്ടെ. ഈ 4 പ്രധാനപ്പെട്ട വകുപ്പുകൾ നിങ്ങൾ ഈ ജന്മത്ത് മറക്കത്തില്ല. പഞ്ചായത്ത് രാജ്, ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ലല്ലൻ സിംഗ്. കോഡ് പറയാൻ പോവാണെ ശ്രദ്ധിച്ചോളണേ സുഹൃത്തുക്കളെ. കോഡ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ പഞ്ചായത്തില് ഫിഷ് വിൽക്കാൻ വരുന്നതും മൃഗത്തിന്റെ പാല് കറക്കാൻ വരുന്നതും ആരെന്ന് പഠിക്കുക? പല്ലൻ സിംഗ് ആണെന്ന് പഠിക്കുക. നമുക്ക് ലല്ലൻ സിംഗ് വേണ്ട, നമുക്ക് ആരാ ഉള്ളത്? നമുക്ക് പല്ലൻ സിംഗ് ഉണ്ട്. പഠിക്കുക. കോഡിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. നമ്മുടെ പഞ്ചായത്തില് ഫിഷ് കൊണ്ടുവരുന്നതും മൃഗങ്ങളുടെ പാല് കറക്കുന്നതും, പാല് കറക്കുക എന്ന് പറഞ്ഞാൽ ക്ഷീരം, പാലെന്ന് വെച്ചാൽ ക്ഷീരം, അപ്പൊ ക്ഷീരവികസനം, പാല് കറക്കുന്നതും ആരാണ്? നമ്മുടെ പല്ലൻ സിംഗ് ആണ് കേട്ടോ. ആരാണ്? പല്ലൻ സിംഗ് ആണ് വരുന്നത്. പല്ലൻ സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലല്ലൻ സിംഗ് എന്നങ്ങ് പഠിച്ചോളണം. അപ്പൊ ഒരു ഈസി ടിപ്പായിട്ട് അങ്ങ് പഠിച്ചു വെക്കുക. അടുത്തതാണ് ഭക്ഷ്യ പൊതുവിതരണം, ഉപഭോക്തൃ കാര്യം, പാരമ്പര്യേതര ഊർജം, പ്രഹ്ലാദ് ജോഷി. ആരാണ്? പ്രഹ്ലാദ് ജോഷി. ഭക്ഷ്യ പൊതുവിതരണം, ഉപഭോക്തൃ കാര്യം, പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ, ഇവയെല്ലാം ആരാണ്? പ്രഹ്ലാദ് ജോഷിയാണ്. റെയിൽവേ, വാർത്താ വിതരണം, IT എന്നിവ അശ്വനി വൈഷ്ണവാണ്. കേട്ട പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. ആണാണേ. റെയിൽവേ, വാർത്താ വിതരണം, IT എന്നിവ ആരാണ്? അശ്വനി വൈഷ്ണവാണ്. ഇത് പഠിക്കാനുള്ള കോഡ് പറഞ്ഞ സുഹൃത്തുക്കളെ ഒന്നുമില്ല. റെയിൽവേയിലുണ്ടല്ലേ വാ, വാർത്താ വിതരണത്തിലുണ്ടല്ലേ വാ. ഈ വാ രണ്ടും ഏത് വായ സൂചിപ്പിക്കുന്നേ? അശ്വനി വൈഷ്ണവിന്റെ വായുണ്ടല്ലോ, ഇതാണ് സൂചിപ്പിക്കുന്നത് എന്നങ്ങ് പഠിക്കുക. ഒരു കൺഫ്യൂഷനും വേണ്ട. വൈഷ്ണവ് എന്ന് പേരുള്ള വേറെ ഒരു മന്ത്രിമാര് നമ്മുടെ കൂട്ടത്തിലില്ല. അങ്ങനെ ഒരു കൺഫ്യൂഷൻ സുഹൃത്തുക്കൾക്ക് വരില്ല. റെയിൽവേ ആയിരുന്നാലും വാർത്താ വിതരണമായാലും IT ആയാലും ആരാണ്?
അശ്വനി വൈഷ്ണവാണ്. റെയിൽവേയുടെ വായിൽ ആരുണ്ട്? വൈഷ്ണവുണ്ട്. വാർത്താവിനിമയത്തിലെ വായിൽ ആരുണ്ട്? വൈഷ്ണവുണ്ട്. IT മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ആരാണ്? അശ്വനി വൈഷ്ണവ്. അപ്പോ IT അശ്വനി വൈഷ്ണവ് എന്നങ്ങ് പഠിച്ചാൽ മതി. അപ്പോ റെയിൽവേ കിട്ടിക്കഴിഞ്ഞാൽ വായ ആരാണ്? അശ്വനി വൈഷ്ണവിലെ വായാണെന്ന് പഠിക്കുക. അതുപോലെ തന്നെ വാർത്താ വിതരണത്തിലെ വായാണെന്ന് ചോദിച്ചാൽ അതും അശ്വനി വൈഷ്ണവിലെ വായാണെന്ന് പഠിച്ചു വെക്കുക. പിന്നെ കൂടെ പഠിക്കാൻ ഒന്ന് മാത്രമുള്ള ഏതാ? IT ആണ്. IT അശ്വനി വൈഷ്ണവ് എന്ന് പഠിച്ചു വെക്കുക. IT ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും. തൊഴിൽ, സ്പോർട്സ്, യുവജനക്ഷേമം, മൻസുഖ് മാണ്ഡവ്യ. ദാ കിടക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്തെ ചോദ്യം പക്ക ചോദിച്ചതാണ്. പല സുഹൃത്തുക്കളും സ്പോർട്സ് മൻസുഖ് മാണ്ഡവ്യ എന്ന് പഠിച്ചു പോയവർ കാണാം, തൊഴില് മൻസുഖ് മാണ്ഡവ്യ എന്ന് പഠിച്ചുകൊണ്ട് പോയവർ കാണാം, യുവജനക്ഷേമം മൻസുഖ് മാണ്ഡവ്യാണെന്ന് പഠിച്ചുകൊണ്ട് പോയൊരു കാണും. പക്ഷെ PSC ചോദിച്ചത് കണ്ടോ? തൊഴിലും സ്പോർട്സും യുവജനക്ഷേമവും മൂന്നും ചോദിച്ചിട്ട് പറഞ്ഞു ഇതിന്റെയൊക്കെ മന്ത്രി ആരാണെന്ന് ചോദിച്ചു. അതാണ് PSCയുടെ പുതിയ ചോദ്യ രീതി. അതുകൊണ്ട് ഇത് മൂന്നും നമ്മൾ പഠിക്കാൻ പോവാണ് ഇവിടെ. നമ്മുടെ തിരുവനന്തപുരം LDയുടെ ക്വസ്റ്റ്യൻ ആണ്, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ, ഇത് എങ്ങനെ പഠിക്കാന്ന് ചോദിച്ചാല്, യുവജനങ്ങൾക്ക് തൊഴിലിന് പോകുന്നതിനേക്കാൾ കൂടുതൽ സ്പോർട്സിന് പോകാനല്ല ഇഷ്ടം. നമ്മുടെ കുഞ്ഞു സഹോദരന്മാർക്കൊക്കെ തൊഴിലിന് പോകുന്നേക്കാളും അവർക്ക് എന്താണ് അടിച്ചു പൊളിച്ച് ഇങ്ങനെ സ്പോർട്സിലൊക്കെ ഇങ്ങനെ എന്താണ്, അല്ലെങ്കിൽ ഫുട്ബോളോ ക്രിക്കറ്റോ ഒക്കെ കളിക്കണം, അതാണ് അവരുടെ പ്രായം എന്ന് പറഞ്ഞാൽ. അപ്പം അതിലായിരിക്കും കൂടുതൽ താല്പര്യം എന്ന് പറയുന്നത്. ഇങ്ങനെ തൊഴിൽ മാറ്റി വെച്ച് സ്പോർട്സിന് പോകുമ്പോൾ അവർക്ക് എന്താണ് കൂടുതലായിട്ട് മനസ്സുഖം ലഭിക്കും അല്ലെ? അവർക്ക് കൂടുതലായിട്ട് എന്ത് ലഭിക്കും? മനസ്സുഖം ലഭിക്കും. അത്രേ ഉള്ളൂ നമ്മുടെ കോഡ്. അപ്പോ യുവജനക്ഷേമം, സ്പോർട്സ്, തൊഴില് എന്നിവയൊക്കെ പറഞ്ഞാൽ ആരാണ്? മനസ്സുഖം ലഭിക്കുന്ന കാര്യങ്ങൾ, അതായത് മൻസുഖ് മാണ്ഡവ്യാണ്. ആരാണ്? മൻസുഖ് മാണ്ഡവ്യാണ്. അപ്പൊ കോഡ് എന്താണ്? നമ്മുടെ യുവജനങ്ങൾക്ക് തൊഴിലിനെക്കാളും സ്പോർട്സിനോടാണ് താല്പര്യം കൂടുതൽ. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിന് നല്ല സുഖവും ലഭിക്കുന്നു. അപ്പോ യുവജനക്ഷേമം, സ്പോർട്സ്, തൊഴില് എന്നിവ ഏത് മന്ത്രിയാണ് നോക്കുന്നത്? മനസ്സിന് സുഖമുള്ള മൻസുഖ് മാണ്ഡവ്യാണ് നോക്കുന്നത്. മനസ്സിന് നല്ല സുഖമുള്ള മൻസുഖ് മാണ്ഡവ്യാണ് നോക്കുന്നത്. പഠിക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ പഠിച്ചുകൊണ്ട് വേണം പോവാൻ. പണി കിട്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ നമുക്ക് നോക്കാം. പേഴ്സണല്, പൊതു പരാതി പരിഹാരം, പെൻഷൻ, ആണവോർജം, ബഹിരാകാശം. ഒന്നും പഠിച്ചില്ലെങ്കിൽ ഇത് മൂന്നും പഠിച്ചു വെച്ചുകൊണ്ട് പോവുക. പെൻഷൻ, ആണവോർജം, ബഹിരാകാശം. ഇതുമാരാണ്? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതിനോടൊപ്പം തന്നെ നയപരമായ മറ്റു പ്രധാന വിഷയങ്ങള്, മറ്റു മന്ത്രിമാർക്ക് നൽകാത്ത മന്ത്രാലയങ്ങൾ. ഇതിനകത്ത് ഈ നയപരമായ മറ്റു പ്രധാന വിഷയങ്ങളുണ്ടല്ലോ, അതങ്ങ് പഠിച്ചു വെച്ചോളണേ. ഇതൊക്കെ ഓപ്ഷനിൽ കയറി വന്നാൽ നമ്മളെ എക്സാം ഹാളിൽ നിന്ന് കട്ട കൺഫ്യൂഷൻ അടിക്കും. അപ്പൊ ഇതങ്ങ് കാണാതെ പഠിച്ചു വെക്കുക. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഏതൊക്കെയാണ്? പേഴ്സണല്, പൊതുപരാതി പരിഹാരം, പെൻഷൻ, ആണവോർജം, ബഹിരാകാശം, നയപരമായ മറ്റു പ്രധാന വിഷയങ്ങള്, മറ്റു മന്ത്രിമാർക്ക് നൽകാത്ത മന്ത്രാലയങ്ങൾ. ഇവയെല്ലാം ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ്. ഇതും കൂടെ ആയപ്പോഴത്തേക്കും 2024 നമ്മുടെ 18ാം മന്ത്രിസഭയിലെ എല്ലാ പ്രധാനപ്പെട്ട വകുപ്പുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ മൊത്തം വകുപ്പുകളും പഠിച്ചു കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഭാഗം വ്യക്തമായിട്ട് പഠിച്ചുകൊണ്ട് പോകണം. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തിക്കാൻ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങൾ എത്തുന്നതാണ്. സുഹൃത്തുക്കൾക്ക് നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു. നന്നായി പഠിക്കുക.